ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യലായിട്ടൊരു ചീര പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല പിങ്ക് കളറിലുള്ള ഒരു പച്ചടിയാണ്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് വരെ നിങ്ങൾ ആരും ഈ ഒരു ചീര പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയവരാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പിങ്ക് കളർ ചീരയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് പച്ചച്ചീര എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചീര തന്നെ എടുക്കണം. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഇല മാത്രം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് നല്ല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചീരയുടെ ഇലയ്ക്കൊന്നും അധികം വേവൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതുപോലെ മൺചട്ടി തന്നെ ഉപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ചീരയിലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ എടുക്കാം. ഇതിലേക്ക് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം, അതുപോലെ തന്നെ കടുക്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ലോ ഫ്ലെയിം വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം, അല്ലെങ്കിൽ പച്ചടിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറിക്കിട്ടണം. പച്ചമുളകിൻ്റെയും കടുകിൻ്റെയും എല്ലാം റോ ടേസ്റ്റ് മാറിക്കിട്ടണം. ഇനി ഇതിലേക്കുള്ള തൈര് ചേർക്കണം. അതിലേക്ക് ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൂസായിപ്പോൾ, അതുകൊണ്ട് തന്നെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പിൻ്റെ ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് ചൂട് കുറഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചെടുക്കാം. കടുകും വെളിച്ചെണ്ണയും വറ്റൽമുളകും കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. താളിച്ചെടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റെങ്കിലും അടച്ചു വെക്കണം. അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ തൈര് ഓവറായിട്ട് ലൂസായി പോകരുത്, നല്ല പാകത്തിലുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും കുറച്ചുകൂടെ കളർ ഇളകും. ആ ചീരയിൽ നിന്നുള്ള കളറൊക്കെ ഇളകി കുറച്ചുകൂടെ നല്ല പിങ്ക് കളറായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ഉള്ളൊരു പച്ചടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് റെസിപ്പിയും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.